പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഹജ്ജിനുള്ള അപേക്ഷയുടെ സമയപരിധി നീട്ടി. സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാമെന്ന് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷിക്കാനുള്ള സമയപരിധിയാണ് നീട്ടിയത്. കൂടുതൽ സമയം അനുവദിക്കണമെന്ന സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളുടെ ആവശ്യം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗീകരിക്കുകയായിരുന്നു. സെപ്റ്റംബർ 23 വരെയാണ് നേരത്തെ സമയപരിധി നൽകിയിരുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിൽ ഓൺലൈൻ വഴി ഇതുവരെ 18,835 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ 12,990 പേർ ജനറൽ വിഭാഗത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. 65 വയസ്സിന് മുകളിലുള്ളവർക്കും വിത്തൌട്ട് മഹറം കാറ്റഗറിയിലുള്ളവർക്കും നറുക്കെടുപ്പില്ലാതെ അവസരം ലഭിക്കും. രാജ്യത്താകെ ഹജ്ജിന് അപേക്ഷ നൽകിയിട്ടുള്ളത് 1,32,511 പേരാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് അപേക്ഷകളാണ് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ലഭിച്ചത്. എന്നാൽ കൂടുതൽ സമയം അനുവദിച്ചതിനാൽ അപേക്ഷകരുടെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ പാസ്പോർട്ട് കാലപരിധി 1 മാസം മതി. 6 മാസം എന്ന നിബന്ധനയിലാണ് ഇളവ് അനുവദിച്ചത്. UAE ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. റെസിഡൻസി വിസ ലംഘനങ്ങൾ നടത്തിയിട്ടുള്ളവർക്കായി പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതിയുടെ പ്രയോജനം കൂടുതൽ സുഗമമായി ലഭ്യമാക്കുന്നതിനാണ് ഈ നടപടി. ഇതോടെ 6 മാസത്തിൽ താഴെ മാത്രം പാസ്പോർട്ട് സാധുതാ കാലാവധി ബാക്കിയുള്ള ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഉപകാരപ്രദമാകും. UAE-യിലെ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ള പ്രവാസികൾക്ക് 2024 സെപ്റ്റംബർ 1 മുതലാണ് 2 മാസത്തെ പൊതുമാപ്പ് അനുവദിച്ചത്. ഈ കാലയളവിൽ റെസിഡൻസി രേഖകൾ പുതുക്കുന്നതിനും റെസിഡൻസി സ്റ്റാറ്റസ് ശരിപ്പെടുത്തുന്നതിനും ആവശ്യമെങ്കിൽ പിഴ കൂടാതെ നിയമാനുസൃതമായി തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങുന്നതിനും അവസരം ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശ്രീലങ്കയിൽ പാർലമെന്റ് പിരിച്ചുവിട്ട് പുതിയ പ്രസിഡന്റ് അനുരകുമാര ദിസനായക്കെ. പൊതു തെരഞ്ഞെടുപ്പ് നവംബർ 14-ന്. പാർലമെന്റ് പിരിച്ചുവിട്ടത് സംബന്ധിച്ച പ്രത്യേക ഗസറ്റ് വിജ്ഞാപനത്തിൽ അനുരകുമാര ദിസനായകെ ഒപ്പുവെച്ചു. ഇന്നലെ രാത്രി മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. പുതിയ പാർലമെന്റ് നവംബർ 21-ന് സമ്മേളിക്കും. കാലാവധി അവസാനിക്കാൻ 11 മാസം ശേഷിക്കെയാണ് പാർലമെന്റ് പിരിച്ചുവിട്ടത്. 2020 ഓഗസ്റ്റിലാണ് രാജ്യത്ത് ഒടുവിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഈയിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2022 ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലാണ് ഇടത് സഖ്യം വിജയിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ശ്രീലങ്കയെ കരകയറ്റാൻ അനുരകുമാര ദിസനായകയ്ക്കാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ സഹൽ ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് ഉടൻ ലോഞ്ച് ചെയ്യും. ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾക്ക് ഇത് ഗുണകരമാകും. കുവൈറ്റിൽ സർക്കാർ സേവനങ്ങളുടെ ഏകീകൃത പ്ലാറ്റ്ഫോമായ സഹൽ ആപ്പിൽ അറബി ഭാഷയിൽ മാത്രമാണ് നിലവിൽ വിവരങ്ങളുള്ളത്. എല്ലാത്തരം ഉപയോക്താക്കളെയും പരിഗണിച്ചാണ് ഇംഗ്ലീഷ് വേർഷൻ അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ ആപ്ലിക്കേഷന് കൂടുതൽ റീച്ച് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. പൗരന്മാർക്കും താമസക്കാർക്കും വിവിധ സർക്കാർ സേവനങ്ങൾ ഇപ്പോൾ സഹൽ ആപ്പിലൂടെയാണ് ലഭിക്കുന്നത്. എന്നു മുതലാണ് ഇംഗ്ലീഷ് വേർഷൻ ലഭിക്കുകയെന്നത് വ്യക്തമായിട്ടില്ല. സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുന്ന നടപടികളുടെ ഭാഗമായി 2021 സെപ്റ്റംബർ 15-നാണ് സഹൽ ആപ്പ് പുറത്തിറക്കിയത്. നിലവിൽ സർക്കാർ വകുപ്പുകളുടെ 350-ലധികം സർവീസുകൾ ഇതുവഴി ലഭ്യമാണ്. സ്വദേശികളും വിദേശികളുമടക്കം 16 ലക്ഷത്തിലധികം പേർ നിലവിൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഒമാനിൽ ആരംഭിച്ചു. ഓൺലൈനിലോ ആപ്പ് സ്റ്റോറിലോ പേയ്മെന്റ് നടത്തുന്നത് കൂടുതൽ സുരക്ഷിതമാകും. ഉപയോക്താക്കൾക്ക് അവരുടെ ഐഫോൺ, ഐപാഡ്, ആപ്പിൾ വാച്ചുകൾ ഉപയോഗിച്ച് കോൺടാക്ട്ലെസ് പേയ്മെന്റുകൾ നടത്തുന്നത് എളുപ്പമാക്കുന്നു. ബാങ്ക് മസ്കറ്റ്, സൊഹാർ ഇന്റർനാഷണൽ ബാങ്ക്, ദോഫാർ, NBO എന്നിവയുൾപ്പെടെ ഒമാനിലെ പ്രധാന ബാങ്കുകൾ ആപ്പിൾ പേ സേവനം ലഭ്യമാക്കും. ഇത് ഉപയോക്താക്കളെ അവരുടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ആപ്പിൾ വാലറ്റ് ആപ്പിലേക്ക് ചേർക്കാൻ അനുവദിക്കുന്നു. ടെലികോം കമ്പനിയായ വോഡാഫോണും ഈ സേവനത്തിലൂടെയുള്ള പേയ്മെന്റുകൾ അനുവദിക്കുന്നു. ഉപയോക്താക്കൾക്ക് അവരുടെ കാർഡ് വിശദാംശങ്ങൾ വ്യാപാരികളുമായി പങ്കിടാതെ തന്നെ ഫേസ് ID അല്ലെങ്കിൽ ടച്ച് ID ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.